നമസ്കാരം. നമ്മൾ ഈ ഉടുപ്പി ടെമ്പിൾ സ്റ്റൈൽ സാമ്പാർ ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു വിഭവമാണ്. അതുപോലെ തന്നെ ഒരു ടെമ്പിൾ സ്റ്റൈൽ മത്തങ്ങയും കടലയും വെച്ചിട്ട് ഒരു വിഭവം ചെയ്യും കേട്ടോ. അത് ഉടുപ്പിയുടെ തന്നെ ടെമ്പിൾ എന്ന് മാത്രമല്ല ഉടുപ്പിയിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പം അതിന് വേണ്ടത് മത്തങ്ങയും അതുപോലെ കടല കറുത്ത കടല എടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ വെള്ള കളറ് കടലയാണെങ്കിലും എടുക്കാം. ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇപ്പോൾ 2 കപ്പ് നുറുക്കിയ മത്തങ്ങയ്ക്ക് 1.5 കപ്പ് അളവിൽ കുതിർത്തിയ കടല, അതായത് കുതിർന്നതിന് ശേഷമുള്ള കടലയുടെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വീർക്കുമല്ലോ. നമ്മൾ ആദ്യം വേണ്ടത് 1.5 കപ്പോളം കടല എടുത്തിട്ടുണ്ട്. അത് കഴുകി ഒരു 8 മണിക്കൂർ നേരം കുതിർത്തണം. ഈ മത്തൻ നമ്മൾ തൊലിയോടുകൂടി തന്നെയാണ് കേട്ടോ നുറുക്കിയെടുക്കേണ്ടത്. ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം. പ്രത്യേകിച്ച് ഈ കർണാടക വിഭവങ്ങൾക്ക് ഇപ്പോൾ സാമ്പാറിനാണെങ്കിലും മത്തൻ്റെ തൊലി കളയാതെയാണ് ചേർക്കുക. അതുപോലെ വെള്ളരി, മാംഗ്ലൂർ കുക്കുംബർ എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ആയിട്ടുള്ളൊരു വെള്ളരി ഉണ്ട്, അതിനും ഒക്കെ അവർ തൊലി കളയാതെയാണ് എടുക്കുക. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ ചെയ്യണത് കൊണ്ട് മത്തങ്ങയുടെ തൊലി കളയാതെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് കുതിർത്തിയിട്ടുള്ള കടല ഉപ്പ് മാത്രം ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടലയിൽ കുറച്ച് വെള്ളം അധികമായി. നമുക്കിത് മത്തങ്ങ വേവിക്കുമ്പോൾ ഈ വെള്ളം തന്നെ എടുക്കാം. അപ്പോൾ പിന്നെ ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇനി മത്തങ്ങ കഷ്ണം കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതിൽ ശർക്കര ചേർക്കുന്നുണ്ട്. ഒരച്ച് ശർക്കരയുടെ ഒരു 1/4 ഭാഗം, ഇത് ടേബിൾ സ്പൂണിൽ പൊടിച്ചിട്ട് പറയുകയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച ശർക്കര. ഇപ്പോൾ ഈ ശർക്കര കാണുമ്പോൾ മധുരം ഇഷ്ടമല്ലാത്തവർ അത് ഒഴിവാക്കിക്കോളൂ. നമ്മളത് ഉടുപ്പി ഒരു ടെമ്പിൾ സ്റ്റൈൽ എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ഒറിജിനൽ റെസിപ്പിയിൽ മത്തങ്ങ ശർക്കര കൂട്ടിയാണ് വേവിക്കുന്നത്. അതിപ്പോൾ പച്ച മത്തനാണെങ്കിലും പഴുത്ത മത്തനാണെങ്കിൽ ശർക്കര വേണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, എന്ത് മത്തനാണെങ്കിലും അത് അല്പം ശർക്കര ചേർത്താണ് വേവിക്കണേ. നമുക്ക് മധുരം ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ചെയ്യാം. മത്തങ്ങ കഷ്ണത്തിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടലയിൽ കുറച്ച് വെള്ളം അധികം ആയതുകൊണ്ട് ആ വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ഒരു 1.5 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത്, അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും 2 വറ്റൽമുളകും. മുളക് എടുക്കുമ്പോൾ പച്ചമുളകും വറ്റൽമുളകും ഒരേ അളവിൽ എടുക്കുക. പിന്നെ ശരിക്കും കർണാടകയിൽ അവരുടെ വേറൊരു ചില്ലിയാണ് അവരെടുക്കണത്. നമുക്കിപ്പോൾ അതില്ലാത്തതുകൊണ്ട് സാധാരണ വറ്റൽമുളക് എടുക്കണമെന്നുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ അപ്പോൾ ഇത്തിരി നിറം കുറഞ്ഞിരിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് ചുവപ്പ് ഉണ്ടാവും ആ മുളകിന്, നമുക്ക് ഇത്തിരി കളർ കുറവായിരിക്കും. പിന്നെ ജീരകം വേണം. അതൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകമാണ്, അതായത് നല്ല ജീരകമാണ് എടുക്കേണ്ടത്. ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാം. വെന്ത മത്തങ്ങ കഷ്ണത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല കൂടി ചേർക്കുക. അരച്ച് വെച്ചിട്ടുള്ള അരപ്പും ചേർക്കുകയാണ്. ഇനി ഇതൊരു 2 മിനിറ്റ് സമയം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം തീ ഓഫ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് വറുത്തിടാനും കൂടി ഉള്ളത്. ഇത് ടേസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വാദ് ശരിക്കും അതുപോലെ തന്നെയാണ്. പക്ഷെ കളറിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു കളറല്ല ഉണ്ടാവുക, നല്ല റെഡ് കളറാണ് ഉണ്ടായിരിക്കുക. അത് അവിടെ ഉപയോഗിക്കണ മുളകും നമ്മൾ ഉപയോഗിക്കണ മുളകിൻ്റെയും വ്യത്യാസമാണ്. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് കളർ വരുത്താം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ടാണ് കളർ ഇങ്ങനെ ഒരു യെല്ലോയിഷ് കളർ, ശരിക്കും ഒരു റെഡ് കളറാണ് ഇതിനുണ്ടായിരിക്കുക. പക്ഷെ ടേസ്റ്റ് ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് വറുത്തിടുകയും കൂടി ചെയ്യണം. വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ 1 തണ്ട് കറിവേപ്പില, 1 വറ്റൽമുളക്, അതുപോലെ 1 ടീസ്പൂൺ കടുക്, ഇത്രയാണ്. അപ്പോൾ ഇതാണ് ഒന്ന് മത്തങ്ങയും കടലയും കൂടി ഉള്ള കോമ്പിനേഷൻ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിനെ വ്യത്യസ്തമാക്കണത് നമ്മുടെ കൂട്ടുകറി അല്ലെങ്കിൽ നമ്മൾ എരിശ്ശേരി വെക്കണ ഒരു രീതിയാണ്. പിന്നെ ഇതിനെ വ്യത്യസ്തമാക്കണം എന്താ വെച്ചാൽ ശർക്കര ചേർക്കണതാണ്. ശർക്കര ചേർക്കണത് മാത്രമല്ല വറവിലും വ്യത്യാസമുണ്ട്. നമ്മൾ ഉഴുന്നുപരിപ്പ് അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമല്ലോ എരിശ്ശേരിയും കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതൊന്നുമില്ല. പിന്നെ തേങ്ങയുടെ അളവും വളരെ കുറച്ച് മതി. നമ്മൾ തേങ്ങ വറുത്ത് ചേർക്കുന്നില്ല. പിന്നെ അരക്കുകയാണെങ്കിൽ തന്നെ മത്തങ്ങയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു കൊഴുപ്പ് ഇതിലുള്ളത് കൊണ്ട് തന്നെ അത്രയും തേങ്ങ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. കയ്യിലൊരു പിടി അളവിൽ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ തന്നെ ഇത് റെഡി ആയിക്കോളും. അപ്പോൾ എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ പരീക്ഷിച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പറയണ പോലെ ഇത് പുളിയില്ലാത്ത കൂട്ടാനാണ്. അപ്പോൾ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് തൈരായിരിക്കും. തൈരിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല സ്വാദായിരിക്കും.